ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന അർമാനിന്റെ രണ്ട് പ്രൊഡക്റ്റുകളാട്ടോ. അർമാനിന്റെ സ്ട്രോങ്ങർ വിത്ത് യു എന്ന് പറഞ്ഞതും അർമാനിന്റെ ബിക്കേഴ്സ് ഇറ്റ്സ് യു എന്ന് പറഞ്ഞ ഈ പെർഫ്യൂമും. ഇത് രണ്ടും ഞാൻ ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും നമ്മളെ സ്റ്റാറ്റസിലൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ ജസ്റ്റ് അപ്ഡേഷൻ ചെയ്ത് കൊടുത്തിരുന്നു. ഒരുപാട് പേര് എൻക്വയറി ഉണ്ടായിരുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യാൻ ഇന്ന് രണ്ടാമത് കരുതിയതുകൊണ്ടാണ്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് ലൈറ്റ് സ്മെല്ലാണ്. ഈ സ്ട്രോങ്ങർ വിത്ത് യു എന്ന് പറഞ്ഞ കുറച്ച് കടുപ്പുള്ള സ്മെല്ലാണ്. നോട്ട്സൊക്കെ പോകേണ്ടതിന് മുന്നേ ഇനി ഇതിന്റെ ലാസ്റ്റിങ് ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 5 hour to 4 hour വരെ അല്ലെങ്കിൽ 5 hour to 6 hour വരെ നല്ല ലാസ്റ്റിങ് നമുക്ക് കറക്റ്റ് ഇതിന് പറയാൻ കഴിയും. ഇത് 100 ml ബോട്ടിലല്ല, ഇത് 50 ml ബോട്ടിലാണ്. 100 ml ബോട്ടിൽ കുറച്ചും കൂടി ഷേപ്പ് കൂടി കുറച്ചും ബിഗ് ബോട്ടിലാണ് വരിക. 10 ml നമ്മളിവിടെ ചാർജ് ചെയ്യുന്നത് 100 രൂപയാണ്. ഷിപ്പിംഗ് അടക്കം 160 രൂപയാണ്. ഷിപ്പിംഗ് അടക്കം 190 രൂപയാണ് ഷിപ്പിംഗ് അടക്കം ചാർജ് ചെയ്യുന്നത്. ആ ഓഫറിൽ ചെയ്യുന്നുണ്ട് ഇന്നും നാളെയും മാത്രം 100 രൂപക്ക് കിട്ടും. ഷിപ്പിംഗ് ചാർജും ബോട്ടിൽ ചാർജും ഒഴിവാക്കിയിട്ട് 100 രൂപക്ക് 10 ml ഡീക്കൻ്റെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഇനി നോട്ട്സൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അർമാനിന്റെ സ്ട്രോങ്ങർ വിത്ത് യു ബിക്കേഴ്സ് ഇറ്റ്സ് യു എന്ന് പറയുന്ന ഈ പെർഫ്യൂമിന്റെ ഓപ്പണിംഗ് നോട്ട്സ് തന്നെ കാര്യമായിട്ട് നമുക്ക് ഒരു ഇന്റൻസ് എന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി കടുപ്പുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം നോട്ട്സ് ഓപ്പണിംഗ് നല്ലപോലെ നമുക്ക് കിട്ടുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു നല്ല വെനിലന്റെ സ്മെല്ലുണ്ട്, ഒരു ബൾസമിക്കിന്റെ സ്മെല്ലുണ്ട്, ഒരു സ്വീറ്റി നോട്ടും അതിന്റെ ഓപ്പണിംഗ് നോട്ട്സ് തന്നെ കിട്ടുന്നുണ്ട്. അപ്ലൈ ചെയ്ത ഒരു അരമണിക്കൂറോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ മിഡിൽ നോട്ടൊക്കെ പതുക്കെ മാറും. ആ മാറുന്ന സമയത്ത് കിട്ടുന്ന സ്മെല്ല് ചെറിയൊരു സ്വീറ്റി സ്മെല്ലും ഒരു അരോമാറ്റിക് ഫ്രാഗ്രൻസും ഒരു പൗഡറി നോട്ടും ലൈറ്റ് ലെവൻഡറി പൗഡറൊക്കെ നോട്ടാണ് നമുക്ക് ഇതിന്റെ മിഡിൽ നോട്ടിൽ ഈ ബിക്കേഴ്സ് ഇറ്റ്സ് യു എന്ന് പറയുന്ന ഈ പെർഫ്യൂമിന്റെ മിഡിൽ നോട്ടിൽ വരുന്നത്. ഇതിന്റെ ബേസ് നോട്ടൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഒരു ഹെർബലിന്റെ സ്മെല്ലുണ്ട്, ഒരു വാമ് സ്പൈസസിന്റെ സ്മെല്ലും അങ്ങനത്തെ ഒക്കെ ഒരു നോട്ടാണ് നമുക്ക് ഇതിന്റെ ബേസ് നോട്ടിൽ കാര്യമായിട്ട് കിട്ടുന്നത്. ഞാൻ പറഞ്ഞു 6 hourന്റെ മുകൾക്ക് മാക്സിമം പോവുകയാണെങ്കിൽ അതുവരെ കിട്ടുന്നുള്ളൂ. അതിന് എത്ര തന്നെ ക്വാണ്ടിറ്റി കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് അടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽ എന്നെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നുള്ളൂ. അർമാനിന്റെ സ്ട്രോങ്ങർ വിത്ത് യു ആബ്സല്യൂട്ട്ലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേറെ പറയാം. ഒരു 8 hourന്റെ അടുത്തോളം നമുക്ക് കറക്റ്റ് പറയാൻ കഴിയുന്നുണ്ട്. അത്ര തന്നെ നമുക്ക് ക്ലിയറിൽ പറയാൻ കഴിയാത്തൊരു ഫ്രാഗ്രൻസ് ആയിക്കൊണ്ട് ഒരു മൈൽഡ് ഒരു പെർഫ്യൂം ആയിക്കാണ്ട് ഒരു ക്ലബ് പെർഫ്യൂം ആയിക്കാണ്ടും കൂടി നമുക്ക് ഇതിനെ പരിചയപ്പെടുത്താൻ പറ്റും. ബിക്കേഴ്സ് ഇറ്റ്സ് യു എന്ന് പറയുന്ന ഈ പെർഫ്യൂം. പിന്നെ സ്ട്രോങ്ങർ വിത്ത് യു ഇത് നമ്മൾ ഒരുപാട് മുന്നേ ഞാൻ കഴിഞ്ഞ വർഷത്തിലെന്നോ ഒന്ന് ഇതിന്റെ ഒറിജിനൽ പെർഫ്യൂമിനെ റിവ്യൂ ചെയ്തതാണ്. ഇതിൽ നമുക്ക് കിട്ടുന്ന നോട്ട്സിലുള്ള വ്യത്യാസം സ്മെല്ല് കുറച്ചും കൂടി ലാസ്റ്റിംഗ് ഉണ്ടാവും. പിന്നെ അത്ര തന്നെ ഇന്റൻസ് ഇല്ല. ആ ഒരു വെനില സ്മെല്ലും ആ ഒരു സ്പൈസസിന്റെ സ്മെല്ലൊക്കെ കുറച്ചും കൂടി കടുപ്പുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലാസ്റ്റിംഗ് ഞാൻ പറഞ്ഞു അത്ര തന്നെ കിട്ടുന്നില്ല, കുറച്ചൊരു മൈൽഡാണ്. അപ്പൊ ഇത് രണ്ടിന്റെയും ഡീക്കൻഡ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പൊ ആവശ്യം കോൺടാക്ട് ചെയ്യുന്ന വീഡിയോക്ക് താഴെ നമ്പർ വെക്കുന്നുണ്ട് കേട്ടോ.